ഉച്ചത്തേക്ക് ചോറിനുണ്ടല്ലോ നല്ല മുരിങ്ങലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അപ്പുറത്തുനിന്ന് ഇതേ സുതേച്ചിട്ട് അവിടെ നിന്നതേ ഞാൻ മുരിങ്ങയുടെ ഇല പൊട്ടിച്ചുകൊണ്ട് വരാട്ടെ. പിന്നെ നമ്മുടെ വിൻഷേട്ടിന് നമ്മൾ മുന്നേ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ചെറുള്ളിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കാനുള്ളത്. ആൾ ഇതേ ഇവിടെ അടിപൊളിയായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കട്ടാ. ഞാനപ്പോൾ വേഗം പരിപ്പൊക്കെ കഴുകി ഇതേ കുക്കറിലിട്ട് ഇലയും കാര്യങ്ങളൊക്കെ നന്നാക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉപ്പേരിക്ക് ബീൻസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ബീൻസ് അല്ല കേട്ടോ, നമ്മുടെ അമരക്കായ ഇല്ലേ, അമരക്ക നന്നാക്കട്ടെ ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമരക്ക നന്നാക്കാൻ, പെട്ടെന്ന് കഴിയൂട്ടോ ഈ അമരക്ക നന്നാക്കല്. പയറ്, ബീൻസ് ഇതൊക്കെ പെട്ടെന്ന് ഇപ്പോൾ കഴിയൂട്ടോ നന്നാക്കല്. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വിൻഷേട്ട് അത് എല്ലാതും നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്ത് ഇതേ കുറച്ച് മുരിങ്ങലയും കൂടി നന്നാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്പുറത്തുനിന്ന് നന്നാക്കുന്നുണ്ട്. വിൻഷേട്ടൻ ചെറുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തോല് കളഞ്ഞിട്ട് അത് നന്നാക്കിയത് ഇതേ വേർതിരിച്ച് വെക്കുക കേട്ടോ. കുറച്ച് സമയം എടുത്താലും ചെയ്യണ കാര്യം നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ടേക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇത് നിന്നിങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഞാനിത് വെക്കാൻ നോക്കിയിട്ടാണ്. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഇതേ ചെറുള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ചിട്ട് നമ്മുടെ കറിവേപ്പില ഇട്ടിട്ട് നന്നായി വാട്ടിക്കൊടുത്തു. അതിലേക്ക് ഇതേ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അതുപോലെ കൊത്തുമുളക് പൊടിച്ചതില്ലേ, അങ്ങനെ ആ ഒരു സാധനമായിട്ട് ഇട്ടേക്കണത്. അങ്ങനെ അതെല്ലാം വയറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ബീൻസ് ഇല്ലേ, ബീൻസ് അല്ല അമരാട്ടാ, അമര ഇതേ കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട്. ഇപ്പോൾ ദേ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പൊക്കെ ദേ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇന്നത്തെ നമ്മുടെ മുരിങ്ങലക്കറി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുള്ളതാട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകിയിട്ട് ഇതേ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ ഇനി ചെറുള്ളിയും വെളുത്തുള്ളിയും വീണ്ടും കുത്തിച്ചതയ്ക്കണത്. അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിലേക്കും അതെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെന്താ കുറച്ച് മുളക് പൊടി കേട്ടോ, അതിട്ടിട്ട് ഒന്നിങ്ങനെ വയറ്റിയെടുക്കുക. പിന്നെ ഇപ്പോൾ അതേ കറിവേപ്പിലാണ് ഇട്ടേക്കണത്. അതൊന്ന് വയറ്റിയെടുത്ത് പൊടി കരിയാതെ വയറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇതേ മുരിങ്ങയിലില്ലേ ആ കറി ഇതേ ഒഴിച്ചു കേട്ടോ. ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ചോക്കിട്ട വെക്കാത്തവരുണ്ടെങ്കിൽ. പിന്നെ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ വരന്നിട്ടുണ്ടല്ലോ, അതൊക്കെ നിന്ന് കഴുകുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ വീഡിയോ ഒരാഴ്ച മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമുക്ക് 7 ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതേ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാട്ടോ ഇടുന്നത് ഞാൻ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ചോറുണ്ടായിരുന്നു കേട്ടോ. പാത്രമൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷം ആട്ടോ കഴിക്കാറുള്ളത്. അങ്ങനെ ഇതേ കറി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമരുപ്പേരി ആട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത്. കറി നല്ല കുറുകുറുന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമരുപ്പേരി ഉണ്ട്. പിന്നെ തേജുവിൻ്റെ ഞങ്ങളുടെയും ചോറ്, പിന്നെ ഞാൻ മുളക് വറുത്തിട്ടുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ. പിന്നെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഇതേ ലീവായ കാരണം എല്ലാവരും കൂടി ഇരുന്നിട്ടാട്ടോ ഉച്ചയൂണ് കഴിക്കൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.